Hello everyone. So hope എല്ലാവരും മെഡിറ്റേഷന് റെഡി ആയിട്ടുണ്ടായിരിക്കും. So we are beginning with the meditation. എല്ലാവരും റെഡി ആവാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. മേക്ക് ഷുവർ നിങ്ങളുടെ സ്പൈനൽ കോഡൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാം. Now just focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on. And breathe out. വളരെ ശാന്തമായ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശ്വാസം നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കാം. Once again, take a deep breath in. Hold on. And breathe out. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. കുറച്ച് സമയം ഹോൾഡ് ഓൺ ചെയ്ത് മെല്ലെ റിലീസ് ചെയ്യാം. Once again, take a deep breath in. Breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴേക്കും നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ ശാന്തമാകുന്നതായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാൽ വിരലുകൾ, രണ്ട് കാലുകൾ, thighs, hips, your body, arms, shoulders, ഇതെല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആക്കുന്നുണ്ട്. Now നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്കൊന്ന് നിരീക്ഷിക്കാം. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ബൈ എന്ന് പറയുക. അത് ഡിസപ്പിയർ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Now
ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം. വെരി ഗുഡ്. Take a deep breath in. Hold on. Now breathe out. Very good. ഇപ്പോൾ നിങ്ങളുടെ ബോഡിയും മൈൻഡും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്, ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 10 കാര്യങ്ങൾ കൊണ്ടുവരാം. Ten things that you are grateful for. നിങ്ങളുടെ ശരീരം, നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണം, വീട്, കുട്ടികൾ, ഫാമിലി, ഇതിനെല്ലാം നിങ്ങൾക്ക് താങ്ക് യു അറിയാം. വെരി ഗുഡ്. Take a deep breath in. Hold on. And breathe out. ആദ്യത്തെക്കാളും ഒരുപാട് റിലാക്സ്ഡ് ആകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. Now നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാം. Thank you to myself for choosing to be here. Now നിങ്ങളുടെ ക്രിയേറ്ററിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. He is right there in your breath. നിങ്ങളുടെ ശ്വാസത്തിലുള്ള ആശ്വാസമായിട്ടുള്ള ക്രിയേറ്ററിനെ ഫീൽ ചെയ്യാം. Take a deep breath in. Hold on and breathe out. Very good. Now, thank your Creator for giving you this chance. Thank you, my Creator, for
giving me the chance to feel you. Thank you. Very good. Once again, deep breath എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. ഡീപ്പായിട്ട് take a deep breath in, hold on and breathe out. Once again, take a deep breath in, hold on and breathe out. ആദ്യത്തെക്കാളും കൂടുതൽ ഉന്മേഷത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. Now you are more relaxed and focused than before. Very good. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തിരിച്ചു വരാം. Very good. Okay. ജസ്റ്റ് കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മിയിട്ട് ഫേസിലും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. അപ്പോ മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നിന്ന് ഹൗ ഡു യു ഫീൽ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. വനിത Okay, thank you, Regina. Thank you, Ramsina. Thank you, Mariam. So, thank you. അപ്പോ this is our third Friday, അല്ലേ? അപ്പം എന്തായാലും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ടോക്കിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ജസ്റ്റ് ഷോ യു ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോ വനിതകളുടെ ആത്മീയ വളർച്ചയിലും വ്യക്തിത്വ വികസനത്തിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമാണ് ദുആ. പലരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരമാകാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം. പാരന്റിംഗ് സ്റ്റുഡിയോ, ഹെർ നെക്സ്റ്റ് ചാപ്റ്റർ, ടോക്ക് ടൈം ഹബ്, ദ ലവ് ലാബ് തുടങ്ങി 4 പ്രോഗ്രാമുകളിലായി വിവിധ ട്രെയിനിങ് സെഷനുകളാണ് ദുആയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ദുആയുടെ ഉദ്ഘാടനം ഡൽഹിയിലെ വിവിധ ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ഫുഡ് ഓൺ വീൽസ് ടീമിനൊപ്പം ഭക്ഷണം നൽകിയാണ് നിർവഹിച്ചത്. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബാലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ?
ഓക്കെ. ഇപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ട് കാണുന്ന സമയത്ത് വേറെ തന്നെ ഒരു ഫീലാണ്. ഒരുപാട് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവരും ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ദുവ എന്ന് പറഞ്ഞ ഒരു എംപവർമെന്റ് ജേണിയുടെ ലോഗോ ലോഞ്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ദ ടീം ഫുഡ് ഓൺ വീൽസ്. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത്. വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലേ ചെയ്തിട്ട് കാണുന്ന സമയത്ത് വിത്ത് യുവർ പ്രസൻസ് പ്ലേ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. അപ്പോ നമ്മൾ ദുവ എന്ന് പറഞ്ഞ ഒരു എംപവർമെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നെയിം ഇറ്റ് സെൽഫ് ഒരു ഇന്റേണൽ ഇൻസ്പിറേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നെയിമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാകണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ദുവ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഫാരിഷ മാമിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ ആണ് ഈ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ജീവിക്കുന്ന സമയത്ത് ചില മൊമെന്റ്സിലെങ്കിലും നമ്മൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ പർപ്പസ് എന്നുള്ളത്. ഇപ്പം പർപ്പസിനെ കുറിച്ച് ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാഷൻ, ഗോൾ, പർപ്പസ് ഇതിലേക്കൊക്കെ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മൾ പർപ്പസ് എന്ന് പറയുന്നത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സെൽഫിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു ജേണിയിലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഒരു സീക്കിംഗ് എന്നുള്ളത് ഒരു പർപ്പസ് ആയിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ അറിയാനുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് മൈൻഡ്ഫുൾ ആയിട്ട് സ്കൈ വാച്ച് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഒരുപാട് മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ സംതിങ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സീക്കിംഗ് നമ്മുടെ ഒരു പർപ്പസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്ത് സീക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മളെ തന്നെ സീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് നമ്മളിപ്പോ വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് മുഖങ്ങളുണ്ട് അല്ലെ. അപ്പം അവരുടെയൊക്കെ ഹാർട്ടില് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരുന്നാല്, കാരണം അവരുടെയൊക്കെ ഹാർട്ടില് പ്യുവർ ആയിട്ട് ഒരുപാട് ദുവാസ് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് എൻ്റെ ഇന്നത്തെ ഫുഡ് അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ അന്നം എന്ന് പറയുന്നത്. അപ്പം അത് അവര് ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കരങ്ങൾ കൊണ്ട് അവർക്ക് ഫുഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സോളിന്റെ ഒരു സോഴ്സിനെയാണ്. അപ്പം ഒരു കോട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഹൂഎവർ ക്യാൻ ടച്ച് ദ സോൾ ക്യാൻ ടച്ച് ദെയർ സോഴ്സ് എന്നുള്ളത്. കാരണം നമ്മൾ ഒരാളുടെ സോളിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ സോഴ്സിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീക്കിംഗ് എലമെന്റ്, നമ്മളിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അല്ലെ. ഒരു സോളിനെ സീക്ക് ചെയ്യുക, അതായത് ആളുകളുടെ ആത്മാവിനെ സീക്ക് ചെയ്യുക. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ആയിട്ട് സോഴ്സിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ക്രിയേറ്ററിൽ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മൾ അവരിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരിലേക്ക് എത്തുന്നു. അവരുടെ ദുആകളുടെ ഉത്തരമായിട്ട് നമ്മൾ അവരിലേക്ക് എത്തുന്നു. അതുപോലെയാണ് അവര് നമ്മളെയും ചിലപ്പോഴൊക്കെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് ആ പർപ്പസിനെ കുറിച്ചിട്ട് പറയണം എന്നായിരുന്നു. കാരണം നമ്മളെ പർപ്പസിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് സീക്കിംഗ് ഒരു പർപ്പസ് ആയിട്ട് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ സീക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു സോഴ്സിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മള് ഒരു പാഷൻ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്രിയേറ്ററിനെ അറിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ സീക്കിംഗ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ആളുകളുടെ ഹാർട്ടിലേക്കാണ്. അപ്പൊ ഇതുപോലെയുള്ള ആളുകളുടെ ഹാർട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്ന് നമുക്ക് പറയാം. അപ്പം അവരുടെ ഒരു ദ്വായുടെ ഉത്തരമായിട്ട് നമുക്ക് മാറാൻ പറ്റുക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫാരിഷ മാമിന്റെ വെൽക്കം ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ.
ഓക്കെ. സോ എനിവേ വീഡിയോയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വീഡിയോയിൽ വരാം. കാരണം വീഡിയോ മോഡിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു അറിവ് സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മെന്റലി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ മോഡിൽ വരുന്നത്. അപ്പം വീഡിയോ മോഡിൽ വരാൻ കഴിയുന്ന ആളുകളൊക്കെ വീഡിയോ മോഡിൽ വരാം. ഓൾസോ ഓക്കെ. സോ ഫാരിഷ മാം വിൽ ബി ജോയിനിങ് ഇൻ മിനിറ്റ്സ്. അതുവരെ ഞാൻ ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലാസ്റ്റ് സെഷനിൽ കയറിയിട്ടുള്ള ആളുകൾക്കറിയാം, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈനൊക്കെ കുടിക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഒരാള് മാത്രാണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം 1 വീക്ക് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2 പീപ്പിൾ, 2 ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. ജസ്റ്റ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 2 ആളുകൾ ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. എനിവൺ? ഓക്കെ, ആരും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടോക്കിലേക്ക് പോകാം അല്ലേ? ഓക്കെ, സോ ലെറ്റ് മീ വെൽക്കം ഫാരിഷ മാം. ഹലോ ഹലോ, ഓഡിബിൾ അല്ലേ റിൻസി? സോറി, യെസ്, ഓഡിബിൾ ആണ്. ആക്ച്വലി എന്റെ ഫോൺ എന്തോ സംതിങ് ഇഷ്യൂ. സോ അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്ത് മെഡിറ്റേഷനെല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. സോ റിയലി താങ്ക് യു റിൻഷി. പിന്നെ നമ്മളെ വീഡിയോയില് എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്റെ ലോഗോ ലോഞ്ചിങ് എല്ലാം. ഹലോ, ഓഡിബിൾ ആണോ? എനിക്ക് ഫോൺ അത്ര യെസ്, കംഫർട്ടബിൾ ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ, ഫൈൻ. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം റിയലി ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ ലെഗസി ലൈഫ് പാരന്റിങ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ ലൈക്ക് ആ ഒരു നെയിമിൽ തുടങ്ങിയതാണ്. പിന്നീട് ഒരു ദുആ എന്നുള്ള ഒരു ഇതില് ലൈക്ക് ദുആ എന്നുള്ള പേരിലേക്കുള്ള ഒരു കൺവേർഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ദുആ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഇറ്റ്സ് ആൻ എംപവറിങ്. ഏത് വേദഗ്രന്ഥങ്ങൾ എടുത്താലും ഏത് റിലീജിയസ് പെർസ്പെക്റ്റീവ് നോക്കിയാലും പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദുആന്റെ അറബിക് വേർഡ് ആണെന്ന് ലൈക്ക് ഇറ്റ്സ് ആൻ അറബിക് വേർഡ് ഓഫ് പ്രയർ എന്നുള്ള കാര്യം. സോറി. അപ്പം ഇറ്റ്സ് ആൻ അറബിക് വേർഡ് ഓഫ് പ്രയർ എന്നുള്ള കാര്യം എല്ലാം നമുക്കറിയാം അല്ലെ. അപ്പം
അതാണ് ദുവന്റെ കാര്യങ്ങൾ. ദുവ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ റിൻഷി പറഞ്ഞ പോലെ നമുക്ക് അറിയാം ദുവ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ലൈഫിൽ എന്നുള്ളത്. ഞാൻ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എംപവറിങ് സ്റ്റാർട്ടിങ് ഹിയർ എന്നാണ്. എംപവറിങ് തുടങ്ങുന്നത് അവിടുന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യവും ഉണ്ട് ആ ടോപ്പിക്കിൽ. ദുവ എന്നുള്ള ടോപ്പിക്കിന്റെ ഉള്ളില് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യവും ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദുആ എന്ന് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞ റിൻഷി ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് ആത്മാവ് സീക്ക് കാര്യങ്ങളാണ്, സ്മരണയാണ് അല്ലെ. സ്മരണ ഇപ്പോ ഞാനിപ്പോ ലൈക്ക് ഞാൻ ഒരു ഒരു വേഴ്സ് സിറ്റുവേഷനിലാണ് ഉള്ളത്. ഞാൻ ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്പ് നീഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നീഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ ഒരു കൺസേൺ കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്റെ മുന്നിൽ വന്നിട്ട് ഓക്കെ ഫൈൻ ഞാൻ എനിക്ക് ഇത് ചെയ്തുതരാന്ന് പറയുന്നത്, അത് ഇവൻ ഫൈനാൻഷ്യൽ ആവും, അല്ലെങ്കിൽ വേറെ ഫിസിക്കൽ നീഡ് ആവും, അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് ആവാം, എന്തോ ആവാന്നുള്ളതാണ്. അപ്പോ ആ രീതിയിൽ നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആളുടെ പ്രാർത്ഥനന്റെ ഉത്തരമായി മാറിക്കഴിഞ്ഞു. നമ്മള് ഇവൻ എല്ലാ സമയത്തും റിച്വൽസിൽ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല പ്രാർത്ഥന, സ്മരണയാണ് പ്രാർത്ഥന. നമ്മൾ ക്രിയേറ്ററിനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രെയർ. നമ്മൾ ഏതെല്ലാം സമയത്ത് ക്രിയേറ്ററിനെ ഓർക്കുന്നത് അതെല്ലാം ശരിക്കും പ്രാർത്ഥനകളായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പോലും അറിയാണ്ട് പല രീതിയിൽ നമ്മൾ ഗുഡ് ഡീഡ്സ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പോലും അറിയാണ്ട് ആരുടെല്ലോ തേട്ടത്തിന്റെ ഒരു പ്രതിഫലനാണ് എന്നുള്ള ഒരു വിഷയമാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ധുവന്റെ ഇത് ഇങ്ങനെ ഒരു ഇൻറ്റ്യൂട്ടീവ് തോട്ട് വന്ന സമയത്ത് ഞാൻ ത്വയ്ബയായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ സിഇഒ ആയിട്ട് സംസാരിച്ച സമയത്ത് സാറ് ഭയങ്കര സപ്പോർട്ടിങ് ആയി. ലൈക്ക് അവരും അതിനെ അത്രയും എക്സിക്യൂട്ട് ചെയ്ത് എന്നുള്ളതാണ്. അപ്പോ അതിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളെ പാഷനെ ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ആത്മാവിന്റെ ഒരു പർപ്പസിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓരോ പർപ്പസ് ഉണ്ടാവും അല്ലെ. ചിലയാള് ഡോക്ടർ ആവാം, ചിലയാള് എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഏത് പ്രൊഫഷൻ എടുത്താലും ചിലപ്പോൾ നമ്മൾ പാഷനെ പ്രൊഫഷൻ ആക്കുന്ന സമയത്താണ് അതിൽ നമ്മൾ യഥാർത്ഥ പർപ്പസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുക. അപ്പൊ ആ രീതിയിൽ ഞാനിത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിന് ഇങ്ങനെ തീവ്രമായിട്ട് ഫോളോ ചെയ്യുന്ന, അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കൂന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നുള്ളത്. അപ്പോ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്ഫുൾ. അതിൽ വലിയൊരു പങ്ക് നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു പേര് കാണുമ്പോൾ ആ ജോയിൻ ആയി, ഓക്കെ ഫൈൻ നമ്മൾ പരിവർത്തനത്തിന് വേണ്ടി തയ്യാറായി ജോയിൻ ആയി, നമ്മളെ സെഷൻസ് കേൾക്കാൻ വന്ന് നിങ്ങൾ ഇരിക്കുന്നു, ഓരോ സമയത്ത് നമ്മൾ പറയുന്ന ടാസ്കുകൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിങ്ങളെ എനർജി നമ്മളെ എനർജിയിലെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ച ടോപ്പിക് ആക്ച്വലി ഇതൊന്നുമല്ല. അപ്പൊ ലൈക്ക് ഇതിങ്ങനെ ഒരു ഫ്ലോയില് വരുന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കാൻ വിചാരിച്ചത് ഈഗോനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് പലപ്പോഴും ഒരുപാട് നമ്മളെ ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണല്ലേ ഈഗോ എന്നുള്ളത്. ഈഗോ എന്നുള്ളത് ആക്ച്വലി നമ്മൾ ചിന്തിക്കും ഓന് ആള് ഭയങ്കര ഈഗോ സെൻട്രിക്ക, അല്ലെങ്കിൽ അവള് ഭയങ്കര ഈഗോ സെൻട്രിക്ക എന്നുള്ള പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എന്താ വിചാരിക്കുന്നത്, ആള് ഭയങ്കര ഒരു 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 നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ എപ്പോഴും ഈഗോനെ എടുക്കുന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. ഈഗോ എന്ന് പറയുന്ന എലമെന്റ് ഒരു മനുഷ്യന്റെ ഒരു പർപ്പസ് ഉണ്ടാവും. മേ ബി ഒരു റെസ്പെക്ട്, ഒരു ഹ്യൂമൻ ബീങ്ങിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ആവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ആവാം, അവരുടെ പേഴ്സണാലിറ്റി ആവാം. അങ്ങനെ ഒരു മനുഷ്യന്റെ ആ ഒരു തലത്തിൽ അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റിയിൽ അവരെ യഥാർത്ഥ പർപ്പസിൽ എത്താൻ വേണ്ടി പറ്റാണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടാവും. അപ്പൊ ആ പെയിനിനെ പലപ്പോഴും നമ്മള് പോലും അറിയാണ്ട് ചില കാര്യങ്ങള് നമ്മള് ഹേർട്ട് ചെയ്യുന്ന സമയത്താണ്, അവരെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും അഗ്രസീവായ ബിഹേവിയർ ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനം, ഈഗോ ആക്ച്വലി ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആ ട്രൂ സംഭവം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, റിൻഷി പറഞ്ഞ പോലെ പർപ്പസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലാണ് ഭയങ്കര ഈഗോ സെൻട്രിക്കായി മാറുന്നത്. അതേപോലെ നമ്മളെ സ്വയത്തിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതാണ് ഈ പർപ്പസ്, സ്വയത്തിന് സെൽഫ് ലവ്, അതേപോലെ പിന്നെ സെൽഫ് എസ്റ്റീം,
ഈ ഒരു സംഭവങ്ങളെല്ലാം എന്താ പറയാ ഈ കണക്റ്റഡ് ആയിട്ടാണ് ഈഗോ ഹേർട്ട് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അതായത് ഒരു മനുഷ്യന് സെൽഫ് ലവ് ഇല്ലെങ്കിൽ പർപ്പസ് കണ്ടെത്താൻ പറ്റൂല. പർപ്പസ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോ എന്തെങ്കിലും ഫ്രസ്ട്രേഷനും ചിലപ്പോ അത് അഗ്രസീവ് ആയിട്ട് തന്നെ വരണമെന്നില്ല, ചിലപ്പോ സപ്രസ് ചെയ്ത ഇമോഷൻസ് ആയിട്ട് പല രീതിയിൽ പുറത്തു വരും. ആ രീതിയിലാണ് ഈഗോനെ ഹേർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈഗോ സെൻട്രിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈഗോ ലെസ് ആയ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ സ്വയത്തിനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കാം. നമ്മളെ സ്വയത്തിനെ വാട്ട് എവർ നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളെ ബോഡി ആയാലും നിങ്ങളെ മൈൻഡ് ആയാലും നിങ്ങളെ സംസാരം ആയാലും നിങ്ങളെ ഈച്ച് ആൻഡ് എവറിത്തിങ് ക്രിയേറ്റർ ഇൻസ്റ്റാൾഡ് ഇൻ യു ആൻഡ് ക്രിയേറ്റർ മെയ്ഡ് യു ആൻഡ് ഡെലിവേർഡ് ടു ദിസ് വേൾഡ്. എങ്ങനെയാണ് നിങ്ങളെ ക്രിയേറ്റർ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഡെലിവർ ചെയ്തിട്ടുള്ളത് അതിനെ നിങ്ങൾ ആ പൂർണ്ണമായിട്ട് പരിപൂർണ അവസ്ഥയിൽ നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ആ ഈഗോലെസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാം. ഓക്കെ, അപ്പൊ ഈഗോലെസ് ആയാലും എന്താണ് നമുക്ക് ഭയങ്കര ന്യൂട്രാലിറ്റി ആയിരിക്കും. നമ്മളെ ഇമോഷൻസ് എല്ലാം ഭയങ്കര നമ്മൾ എനിക്ക് ഈഗോ ഒന്നും ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ആൾക്കാർ പറയുമ്പോ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ചിന്തിക്കണം, നമ്മളെ ഇമോഷൻസ് നമ്മൾ ന്യൂട്രൽ ആയിട്ട് നമുക്ക് പലപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ പറയൂലേ ചില സമയത്ത് എന്താന്ന് അറിയില്ല എന്തോ ഒരു ടെൻഷൻ, അങ്ങനെ നമ്മൾ പറയല്ലേ എടുക്ക് ഒന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മളെ സെൽഫ് ലവ് കുറയുമ്പോൾ നമ്മളെ പർപ്പസ് കണ്ടെത്താൻ പറ്റില്ല. പർപ്പസ് കണ്ടെത്താൻ പറ്റാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിലെ ഈഗോ ഹംഗ്രിയോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് അത് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോ നമ്മളെ സ്റ്റൊമക്കിന് എടുത്തിട്ട് നമ്മൾ ഫുഡ് 3 ദിവസം കൊടുക്കാണ്ടിരിക്കുന്നു. നമ്മൾ ഫുഡ് നമ്മളെ നമ്മളെ എനർജി ബോഡിക്ക് 3 ദിവസം നമ്മൾ ഭക്ഷണം കൊടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ എനർജി ബോഡി? നമ്മളെ എനർജി ബോഡിക്ക് എന്താണ് സംഭവിക്കുക അറിയാലോ? ഒന്നും പറ്റൂല. ഫുൾ ആള് കംപ്ലീറ്റ്ലി നമ്മളെ സർവൈവ് ചെയ്യാൻ നമുക്ക് പറ്റൂല അല്ലെ? ഫുഡ് നമ്മളെ എനർജി ബോഡിക്ക് കൊടുക്കേണ്ടതായ ന്യൂട്രീഷനും ഫുഡ് എന്താണോ വെള്ളവും എല്ലാം കൊടുക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ആത്മാവിന്റെ ഭക്ഷണമായ പലപ്പോഴും അതായത് ആത്മാവിന്റെ ഭക്ഷണമായ അപ്രിസിയേഷനും നമ്മളെ സ്വയത്തിനോടുള്ള സ്നേഹവുമാണ് നമ്മൾ ആത്മാവിന്റെ ഭക്ഷണം. അപ്പൊ അത് നമ്മൾ പലപ്പോഴും കൊടുക്കാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈഗോ സെൻട്രിക് ആയി മാറും. നമുക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരും. പലപ്പോഴും നമ്മളെ പാരന്റിങ്ങിലെ പല ഇഷ്യൂസും വരുന്നതിന്റെ വിഷയം ഞാൻ പറയട്ടെ. പാരന്റിങ് പഠിക്കാൻ വരുന്ന ആൾ ആദ്യം സ്വയത്തില് പരിപാടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വയം പരിവർത്തനത്തിന് തയ്യാറായിട്ട് മാത്രം നമുക്ക് മക്കളെ മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് എഴുതി വെച്ചോ. ഇവിടെ നിങ്ങൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഡയഗ്നോസ് ചെയ്താൽ മതി. നമ്മളെ സ്വയത്തില് നമ്മൾ മാറുമ്പോഴാണ് ഈ ട്രൂ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ മറ്റേ ഡിവൈൻ പാരന്റിങ് ഇല്ലേ, ട്രൂ ലൈഫ് പാരന്റിങ്, അത് പുറത്തേക്ക് വരും. അതിനെല്ലാം നമ്മൾ എന്താണ് ആക്സസ് ചെയ്യേണ്ടത്? നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ് ഈഗോലെസ് സ്റ്റേറ്റ്. ഒരു ഈഗോ ഇല്ലാത്ത ഒരു ട്രാൻസ്പെറന്റ് ആയ മനുഷ്യനാവണമെങ്കിൽ യു ഷുഡ് ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ സ്വയത്തിനെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പർപ്പസ് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈഗോലെസ് ആയ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതിലെല്ലാം ഒരു മിറാക്കുലസ് ഒരു ടച്ച്, ഒരു ദൈവിക ഒരു സ്പർശനം നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആക്ച്വലി ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൽ പോലും അതിന്റെ ഒരു ഹ്യൂജ് ഷിഫ്റ്റിംഗ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? നമ്മൾ എല്ലാ കാര്യവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്? ഈവൻ നമ്മളെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഐഫോൺ നമ്മൾ ലൈക്ക് ഓരോ സീരീസ് വരുന്ന സമയത്തും അത് പഴയത് അങ്ങ് അപ്ഡേറ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട് അല്ലെ? അപ്ഡേറ്റ് ആയി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സോറി, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പൊ ഐഫോണിന്റെ സ്റ്റീവ് ജോബ്സിന് എന്താ ചെയ്യുന്നുള്ളത്? ആൾ അടുത്ത സീരീസ് ഒക്കെ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. അതേപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ സ്വയത്തിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ അറിവുകൾ സീക്ക് ചെയ്യുക. നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ പഠനം നടത്താം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കുക്കിംഗ് ആയിട്ടാണെങ്കിൽ പുതിയ സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുക. അതെല്ലാം നമ്മളെ സെൽഫ് ലവിന്റെ ഭാഗമാണ്. നമ്മളെ സെൽഫ് ഗ്രൂം ചെയ്യുക. നമ്മള് ആക്ച്വലി എനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. ഞാനെല്ലാം മുന്നേ
സെൽഫ് ലവിനെ നോക്കിക്കഴിഞ്ഞാൽ ബിലോ സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി അങ്ങനെ പറയാം. ബിക്കോസ് ഐ ഡോണ്ട് ലവ് മൈ പേരൻസ്, ഐ ഡോണ്ട് ലവ് മൈ ഹൈറ്റ്, ഐ ഡോണ്ട് ലവ് മൈ സ്കിൻ, ഫേസ്, ഒന്നും ഇഷ്ടമല്ല. ആക്ച്വലി ഐ വാസ് ഗോയിങ്, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും ഇങ്ങനെ ഒരുപാട് ലൈക്ക് ഒരുപാട് ഗുരുക്കന്മാരുടെ മുന്നിൽ കേൾക്കാനിരുന്ന സമയത്ത് പിന്നെ ഒരു സെക്കൻഡ്, സോറി. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ പിന്നെ നമ്മള് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സെൽഫ് ലവിന്റെ വിഷയം. ആ രീതിയിൽ ഞാൻ എന്റെ ലൈഫ് കൊണ്ടുപോകുന്ന സമയത്ത് ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് മീ. എനിക്ക് എന്നെ ഒരു തരത്തിലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ട്രാൻസ്ഫോമിങ് മൈ സെൽഫ്, ഞാന് നമ്മള് ഞാൻ പറഞ്ഞ പോലെ എന്റെ പാരന്റിങ്ങിലും പല കാര്യങ്ങളിലും നമ്മൾ മാറുമ്പോൾ നമ്മളെ ചുറ്റും മാറുന്നത് വിറ്റ്നസ് ചെയ്യാനോ അനുഭവിക്കാനോ എന്റെ സ്വയത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമ്മള് സെൽഫ്, അതായത് സെൽഫ് ലവ് കൂട്ടേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. സെൽഫ് എസ്റ്റീം വർദ്ധിച്ച് എന്ത് ചെയ്യും, നമ്മളെ ലൈക്ക് ഈഗോലെസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഈഗോലെസ് സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ന്യൂട്രൽ ആയിരിക്കും. നമുക്ക് ആര് ലൈക്ക് എല്ലാ മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇത് ക്രിയേറ്ററിന്, എന്റെ ക്രിയേറ്ററിന്റെ ഒരു സൃഷ്ടിപ്പാണല്ലോ, അപ്പൊ എന്റെ ക്രിയേറ്ററിന്റേതായ കാരുണ്യം എല്ലാ സൃഷ്ടിപ്പിന്റെ ഉള്ളിലും ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു തോട്ട് നമുക്ക് തന്നെ വരാൻ തുടങ്ങും. അപ്പോഴാണ് പല കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനും പല കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാനും എല്ലാം എനിക്ക് നമുക്ക് തോന്നാം. ഇപ്പൊ ദുവന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദുവന്റെ പേര് എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേര് ഭയങ്കര രസമുണ്ട് കേൾക്കാന്, ലൈക്ക് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ദുവ, എല്ലാരും ചോദിച്ചു ഇത് റിലീജിയസ് പെർസ്പെക്റ്റീവ് ഹോൾഡ് ചെയ്യുന്നതാണോ? ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഇത് ജനറലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രേയറിന്റെ ഇംഗ്ലീഷ് വേർഡ് മാത്രമാണ് ദുവ എന്ന് ഞാൻ പറഞ്ഞു. സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി റിലീജിയസ് പെർസ്പെക്റ്റീവ് അല്ലേ? ഞാൻ പറഞ്ഞല്ല, സ്പിരിച്വാലിറ്റി വാട്ട് ഈസ് എക്സാക്ട്ലി സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഓൾ ഗുഡ് ഇൻ മാൻ, മനുഷ്യനിലുള്ള എല്ലാ നന്മകളും എല്ലാ ഗുഡ് ക്വാളിറ്റീസും കൈൻഡ്നസ്സും ആണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. അപ്പൊ ആ സ്പിരിച്വൽ കോഷ്യന്റ് നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ് കൂട്ടണമെങ്കിൽ നമ്മൾ ഈഗോലെസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യണം. ഈഗോലെസ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളെ സ്വയത്തില്, നമ്മൾ സെൽഫ് ലവില് നമ്മൾ കുറച്ച് പണിയെടുക്കണം. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഓക്കെ എന്താ പറയാ, ഈ മാറ്റവും പരിവർത്തനവും, ഈ മാറ്റവും പരിവർത്തനവും രണ്ടും ഉണ്ടല്ലോ. ലൈക്ക് നമ്മൾ എന്താക്കും, നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് പോയിട്ട് വേറൊരു വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു റിസോർട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ വരുന്നത്, അതൊരു മാറ്റം. ഒരു 2 ഡേയ്സോ 3 ഡേയ്സോ ഒരു മാറ്റത്തിൽ പോയി നിന്ന് വീണ്ടും നമ്മൾ പഴയ വീട്ടിലേക്ക് തന്നെ വരുന്നത് മാറ്റം അല്ലെ? നമ്മളെല്ലാം കംപ്ലീറ്റ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതാണ് പരിവർത്തനം എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് എല്ലാം നാടും വീടും കാര്യങ്ങളും എല്ലാം മാറി എല്ലാ സാധനങ്ങളും എടുത്തു പോകുന്നതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മളെ മനസ്സിന്റെ പരിവർത്തനം നടത്തേണ്ടത്. നമ്മൾ ഒരു മാറ്റത്തിന് ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ കേട്ട് പോയി വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാല് അത് ജസ്റ്റ് ഒരു മാറ്റം മാത്രമാണ്. അപ്പുറത്തേക്ക് പരിവർത്തനം വേണമെങ്കിൽ ഇപ്പൊ ഞാൻ വീടിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അവിടത്തേക്ക് മാറണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അവിടെ ലാൻഡ് നോക്കണം, വീട് വെക്കണം, സ്വന്തം വീടാണെങ്കിൽ വീട് വെക്കണം, അല്ലെങ്കിൽ ഇപ്പം റെന്റൽ ആണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാനിപ്പോ കുറച്ച് നാൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുറച്ച് ചേഞ്ച് ലൈഫിൽ ഉണ്ടെന്ന് തോന്നും. അതിന് ആ രീതിയിൽ നമ്മള് സ്വയത്തില് പല മാറ്റങ്ങളും, അതായത് പരിവർത്തനം വേണമെങ്കിൽ സ്വയത്തില് നമ്മൾ കുറച്ച് പണിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ടാസ്കുകൾ പലതും ഞാനിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളിലോട്ട് പറയുന്നത് അത് ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല പല ഗുരുക്കന്മാരിലൂടെയും നമ്മളെല്ലാം കടന്നു പോയിട്ടുണ്ട്.
ഞാനും ഋഷി മാമും എല്ലാം ഈ രീതിയിൽ ഒരുപാട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, നമ്മളെ ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ സ്വയത്തിന്റെ ഒരു ആ, എന്താ പറയാ പ്യോർ വേർഷൻ പുറത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നുള്ളത്. അപ്പോ ഈ ദ്വന്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാവണം നമ്മളെ കർമ്മങ്ങൾ എന്നുള്ളതാണ്. അത് ആ രീതിയിലായിരിക്കണം നമ്മളെ കർമ്മങ്ങൾ. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ വീട്ടിലൊരു ഒരു വെള്ളം കൊടുത്താൽ പോലും നമ്മള് ഓക്കെ കുട്ടി ഒരു ഫുഡിന് ആഗ്രഹിക്കുകയാണ്, അത് സ്മരണയാണ്, ഒരു കൈൻഡ് ഓഫ് ആത്മാവിന്റെ തേട്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദുആയാണ്. ഓക്കെ, ആ ഫുഡിന് വേണ്ടിയിട്ടുള്ള ആ കുട്ടിന്റെ തേട്ടം അത് ഞാൻ എന്ന മാതാവിലൂടെ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് എന്റെ കർമ്മം ഞാൻ ആ ഒരു ഓക്കെ ഞാൻ ആ ഇഷ്ടത്തോട് സ്നേഹത്തോട് ചെയ്യുന്ന സമയത്ത് എന്റെ കർമ്മം എന്റെ കുട്ടിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി. അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ഇപ്പൊ ഓക്കെ ആള് ഭയങ്കര ഇന്നാണ്, ആള് ഫുള്ള് ബുദ്ധിമുട്ടിച്ച് നിൽക്കാണ്, ആൾക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം, അന്ന് ആളിങ്ങനെ നമുക്ക് ഭയങ്കര പെയിൻ ആണ്, ആളിങ്ങനെ ഡോക്ടറെ അടുത്ത് പോകണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ആളെ ആത്മാവിന്റെയും ആളെ ശരീരത്തിന്റെയും ഒരു തേട്ടം ഉണ്ടായിരുന്നു, ഇന്ന് എനിക്കൊന്ന് പുറത്തേക്ക് വരട്ടെ. ആ തേട്ടത്തിന് ഉത്തരമായി എന്തേ ഞാനെന്നൊരു സ്ത്രീയിലൂടെ അവിടെ എന്റെ കർമ്മം അവരുടെ ഒരു തേട്ടത്തിന് ഉത്തരമായി, അവരോ ആത്മാവിന്റെ തേട്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ തേട്ടത്തിന് ഉത്തരമായി. ഓക്കെ, ആ രീതിയിൽ നമ്മളിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിലും നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിലും നമ്മളൊരു വർക്കിംഗ് വിമൻ ആണെങ്കിലും എല്ലാം നമ്മൾ ഹൗസ് വൈഫ് ആണെങ്കിലും, ഹൗസ് വൈഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിക്കും ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഹൗസ് വൈഫ് ആണ്. ബട്ട് ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സംഭവങ്ങളും പിറവി എടുക്കുന്നത് ഓരോ ഹൗസ് വൈഫിന്റെ കൈകളിലൂടെയാണ്, ഓരോ ഉമ്മന്റെ കൈകളിലൂടെയാണ് ഈ ലോകത്തെ എല്ലാ വലിയ വലിയ സംഭവങ്ങളും പിറവി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയാ അത്രമാത്രം സക്സസ്ഫുൾ ആയി ആൾക്കാരെ കഥയെടുത്ത് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ തോമസ് ആൽവ എഡിസന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലർ ആയിട്ട് അറിയുന്ന കഥകളാണ്. അതെല്ലാം ആ ഒരു മാതാവിന്റെ പ്രാർത്ഥനയും ആ മാതാവിന്റെ സപ്പോർട്ടും കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് ഇത്രയും ഈ ഒരു അനുഭവിക്കുന്നത്. അത് ആളുടെ പർപ്പസ് കണ്ടെത്താൻ ആ മാതാവിന്റെ ഒരു സഹായം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പർപ്പസ് കണ്ടെത്തുമ്പോഴെന്താണ് നമ്മൾ ആ വിഷണറി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഡ്രീംസ് മാത്രം കണ്ടിട്ട് നമ്മളെ ജീവിതം ഇങ്ങനെ പോകുന്നു. ഓക്കെ, എനിക്ക് നല്ല വീടെടുക്കണം, എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങണം, എനിക്ക് നല്ല ഒരു പർദ്ദ എടുക്കണം, അല്ലെങ്കിൽ ഓക്കെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ ലൈഫ് ഇങ്ങനെ പോകുന്ന ഒരു ലൈഫ് സ്പാന് നമ്മളെ ലൈഫ് സ്പാൻ അതിനെ ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് ഓർക്കുന്നില്ല. ഇതെല്ലാം മനസ്സിൽ തറപ്പിക്കേണ്ട സാധനങ്ങളാണ്. പലതും നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ജീവിച്ചു മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്തിന് ബാക്കിയാക്കാൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ബാക്കിയാക്കാൻ വേണ്ടി പറ്റൂല. ബട്ട് നമ്മൾ വിഷണറി ആയിട്ട് നമ്മളെ പർപ്പസ് കണ്ടെത്തി നമ്മൾ വിഷണറി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും അവിടെ ബാക്കി വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവാൻ പറ്റൂ എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കിയാൽ മതി. ചരിത്രം എടുത്ത് പഠിച്ചെടുത്ത് എത്ര മഹാന്മാര് എത്ര ആൾക്കാരാണ്, എത്ര അവര് ഈ ചെയ്തു വെച്ച പ്രവർത്തികള് നമ്മൾ ഇന്ന് എത്ര സന്തോഷത്തോടെ എത്ര സുഖത്തോടെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളും. ഞാനതാ പറഞ്ഞു മുന്നേ നമ്മള് ലെഗസി ലൈഫ് പാരന്റിങ് സ്റ്റുഡിയോന്റെ ടാസ്ക് തരുന്ന സമയത്ത് ഞാൻ ഓരോ തോട്ട് ഇട്ടിട്ട് ഞാൻ പറയായിരുന്നു ആ തോട്ടിൽ നിങ്ങൾ ജീവിക്കണം. പിന്നെ ഒരു തോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മഹാൻ എഴുതിയ ഒരു തോട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണ്, ആ തോട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയോ ആ മനുഷ്യനെ സ്ട്രൈക്കിംഗ് ആയ സാധനമായിരിക്കും, അതായിരിക്കും ആ മനുഷ്യൻ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയിട്ടുള്ളത്. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് നമ്മളെ പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് എന്നാണ്. അതേപോലെ ഞാൻ പറഞ്ഞ ആ ഒരു ഈഗോലെസ് സ്റ്റേറ്റ്, ഈഗോ ഹംഗ്രി ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈഗോ ഇറ്റ്സ് ലൈക്ക് എ വെനം. ഈഗോന്റെ ഫുൾഫിൽമെന്റ് ഇല്ലെങ്കിൽ ആ ഫുൾഫിൽ ചെയ്യാൻ ചിലപ്പോൾ അപ്രീസിയേഷന്റെ ലാക്കിംഗ് ഉണ്ടാവും. ലൈക്ക് അങ്ങനെ സെൽഫ് ലവിന്റെ പാർട്ടിൽ വരുന്ന പല ലാക്കിങ്ങും ആണ് ഒരു മനുഷ്യനെ ഈഗോ ഹങ്കർ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഈഗോ സെൻട്രിക് ആവാതിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ സ്വയത്തിൽ ഞാൻ പിന്നെ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മിററിൽ നോക്കിയിട്ട് നിങ്ങളെ 3 ഗുഡ് ക്വാളിറ്റീസ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്ററിന് നിങ്ങൾ ആത്മാർത്ഥമായ നന്ദി പറയാന്നുള്ള ടാസ്ക്.
അത് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സീരീസ് കഴിയുമ്പോ അല്ലെങ്കിൽ ആ ടാസ്കിന്റെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാണ്ട് അത് ലൈഫിൽ സ്ഥിരമാക്കി മാറ്റാന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ഓക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലഷർ ഉള്ളുന്നൊരു പ്ലഷർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ സെൽഫ് ലവ് കൂടും. അപ്പൊ അതേപോലെ നമ്മളിപ്പോ കുക്കിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ കുക്കിങ്ങിൽ ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകൾ ചെയ്ത് നമ്മൾ വൺസിന് വയലെങ്കിലും അവരൊന്നും ആവശ്യപ്പെടാണ്ട് കുറച്ച് എന്താ പറയാ ഫുഡെല്ലാം കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും അതിൽ അപ്ഡേഷൻസ് എല്ലാം വരുത്തിയിട്ട് ജസ്റ്റ് ഒരു സർപ്രൈസ് എല്ലാം കൊടുക്കുന്നില്ലേ, അവര് സന്തോഷം ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മളിങ്ങനെ നിന്ന് ആസ്വദിക്കും അവരിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതും അത് കാണുമ്പോ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഭയങ്കര ഒരു സംഭവമാണ്. നമ്മളത് സ്പെഷ്യൽ ആക്കുക, ചെറിയ സാധനങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ ചെറിയ സംഭവം സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഭയങ്കര നമ്മള് ഒരുപാട് പൈസ ചെലവാക്കി കുറെ പോഷാക്കണം അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളെ ചെറിയ ചെറിയ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്, മക്കളെ ചെറിയ അച്ചീവ്മെന്റ്സ്, ചെറിയ ചെറിയ മക്കളോട് പ്രത്യേകം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിനെ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഉള്ളിലെ പർപ്പസിന്റെ അവരുടെ ഉള്ളിലെ ആത്മാവിന്റെ ദാഹം ഈ അപ്രിസിയേഷനിലൂടെ ഫുൾഫിൽ ആവുന്ന സമയത്ത് ഡയറക്ട്ലി അവരെ പർപ്പസ് കണ്ടെത്താൻ അവർക്ക് ഏറ്റവും ഈസി ആവും എന്നുള്ള കാര്യമാണ്. കാരണം നമ്മളെന്ന മാതാവിലൂടെയാണ് അവര് എന്താ പറയാ മാതാപിതാ ഗുരു ദൈവം മുന്നേ നമ്മള് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മാതാവിലൂടെയോ ഒരു പിതാവിലൂടെയോ ഒരു ഗുരുവിലൂടെയാണ് ഒരു മനുഷ്യൻ ഒരു സൃഷ്ടാവിനെ അറിയുന്നുള്ളത് എന്നുള്ളതാണ്. ഒരു മാതാവിന്റെ സ്നേഹം, മാതാവിന്റെ കരുതല്, ഒരു പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കരുതല്, അതൊന്നും കിട്ടാത്ത ആൾക്കാർ ചില സമയത്ത് ഇതെല്ലാം ലാക്കിങ് ആയിട്ട് ചിലപ്പോ ഒരു ഗുരു കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഗുരുവിന്റെ ആ ഒരു സ്നേഹത്തിൽ ഈ മനുഷ്യന്റെ പർപ്പസിനെ കണ്ടെത്താൻ സാധിക്കലുണ്ട്. പലരും നമ്മൾ പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഒരു സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ടായത് എന്നുള്ളത്. അതേപോലെ നമ്മള് മക്കൾക്ക് ഇപ്പൊ നമ്മള് ആസ് എ മദർ, ആസ് എ പാരന്റ് നമ്മളെ മക്കൾക്ക് നമ്മള് ആ ഒരു പർപ്പസിലേക്ക് എത്താൻ ഉള്ള ഒരു വഴിയായിട്ട് ഒരു പാലമായിട്ട് ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് മാറാൻ പറ്റും. അവരെല്ലാ ചെറിയ കാര്യം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം അവരിലെ ഈഗോ സെൻട്രിക് ആവാതിരിക്കാൻ. നമ്മളിലെ ഈഗോ സെൻട്രിക് ആണോ എന്ന് നമ്മളൊന്ന് പുനഃപരിശോധന നടത്താം. നമ്മളിലെ ഈഗോ സെൻട്രിക് ആണോ, നമ്മൾ ഈഗോ ഹംഗ്രി ഉണ്ടോ നമുക്ക് എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധന നടത്താം. അത് നമുക്ക് പല രീതിയിൽ ഇപ്പൊ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. പിന്നെ നമ്മൾ ഈഗോ ഫുൾഫിൽ ആവാത്തതിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് പലപ്പോഴും ഒരു ഭയങ്കര ഒരു ഞാൻ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ വരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു അനാവശ്യമായ ടെൻഷൻ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഈഗോന്റെ ഹംഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ എനർജി ബോഡിന്റെ ആവശ്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നല്ലേ. നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്ത് പോകുന്നു, കുളിക്കാൻ തോന്നുന്ന സമയത്ത് കുളിക്കുന്നു, ഫുഡ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിലെ ശ്വാസത്തിന്റെ, നമ്മളിലെ ആത്മാവിന്റെ, നമ്മളിലെ ആ ഒരു നമ്മളെ നമ്മളെ ആത്മാവിന്റെ ആ ദാഹം നമ്മൾ എപ്പോഴോ തീർക്കാത്തതാണ് പലപ്പോഴും വിങ്ങലായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ആത്മാവിന്റെ തേട്ടം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ജോയിൻ ചെയ്ത സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 day ചിൽഡ്രൻസ് ഡേ വർക്ക്ഷോപ്പ്. ആക്ച്വലി അത് പെയ്ഡ് സെഷൻ ആണ്. ബട്ട് ഞാൻ ധുവന്റെ ഈ ഒരു ലൈക്ക് നമ്മളെ ലോഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കിത് ലൈക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഞാനത് ഇപ്പൊ നമ്മളെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഞാനത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ട് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൾക്ക് ഒരു മെറ്റീരിയലിസ്റ്റ് ഗിഫ്റ്റ് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഉള്ളത് നിങ്ങളെ സോൾ ലെവലിലുള്ള ഗിഫ്റ്റാണ്. നിങ്ങളെ വിസ്റ്റം കംപ്ലീറ്റ് വിസ്റ്റത്തിൽ അലൈൻ ചെയ്യാനുള്ള ഗിഫ്റ്റുകളാണ് ഇപ്പൊ ഉള്ള ഈ ഒരു ചിൽഡ്രൻസ് ഡേ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ധുവന്റെ ബ്രൗഷർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. റിയലി ഗ്രേറ്റ്ഫുൾ. ധുവന്റെ അണ്ടറിൽ ഇപ്പൊ നിലവില് പ്രോഗ്രാം ലൈക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 4 പ്രോഗ്രാമാണ്. ഒന്ന് ഹേർഡ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം, അത് നമ്മളിലെ സ്ത്രീന്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്.
പിന്നെ ഒന്ന് നമ്മളെ ലെക്സി ലൈഫ് പാരന്റിംഗ് സ്റ്റുഡിയോ, അത് സ്പിരിച്വൽ പാരന്റിംഗ് കോച്ചിങ് പഠിക്കാനുള്ള, കോച്ചിങ് അല്ല, സ്പിരിച്വൽ പാരന്റിംഗ് പഠിക്കാനുള്ള കോഴ്സാണ്. പിന്നെ ദ ടോക്ക് ടൈം ഹബ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ്, ഗ്രാമർ ഒന്നും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല, ആ രീതിയിൽ നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് NLP ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്, എന്താണ്, ദ ടോക്ക് ടൈം ഹബ്. പിന്നെ ഉള്ളത് ദ ലവ് ലാബ്. ദ ലവ് ലാബ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ കുറേ കൗൺസിലിംഗ് ജേർണിയിൽ ഒരുപാട് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അവരെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഒരു വളരെ ചെറിയ കേസിലല്ലോ ഭയങ്കരമായിട്ട് അവര് എന്താ പറയാ, ഒരു സ്നേഹമില്ലാത്ത രീതിയിലുള്ള ജീവിതമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നപ്പോ തന്നെ അവരുടെ ലൈഫ് ഭയങ്കര ചേഞ്ച് ആയിട്ടും അവര് നല്ല ഹെൽത്തി ആയിട്ട് പോയിട്ടല്ലോ എനിക്ക് ഭയങ്കര കണ്ണ് നിറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. ഒരു കുട്ടി ഓൾമോസ്റ്റ്, ഞാൻ ഇപ്പോ ജസ്റ്റ് സ്റ്റോറി പോലെ പറയാണ്, പിന്നെ ഒരു കുട്ടി ആള് ഫസ്റ്റ് ഡിവോഴ്സ് ആയിരുന്നു, ലൈക്ക് ആള് നല്ല സ്നേഹത്തില് കല്യാണം കഴിഞ്ഞു, ബട്ട് ഹസ്ബൻഡിന്റെ ഫാമിലിന്റെ നിർബന്ധപ്രകാരം ആള് ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നീട് ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആളുമായിട്ട് ആൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് എന്നെ കണക്ട് ചെയ്തു. റിയലി ഗ്രേറ്റ്ഫുൾ. ആള് സെറ്റായി, ആളിപ്പോ ദുബായിലെല്ലാം പോയിട്ട് വന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസുകൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ചെറിയ സംഭവമായിരിക്കും, ഇവര് തമ്മിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ചേഞ്ച് ചെയ്താൽ തന്നെ ഹ്യൂജ് ഷിഫ്റ്റ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി ഇതേപോലെ ആള് നന്നായിട്ട് പാട്ട് പാടും എല്ലാം ചെയ്യും. ആള് ഹസ്ബൻഡിനെ വിളിക്കാന് പോലും ആൾക്ക് തോന്നുന്നുണ്ടായിട്ടില്ല. എന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ കോൾ കാണുമ്പം തന്നെ വെറുത്ത രീതിയിലായിരുന്നു ആളെ ഉണ്ടായിരുന്നത്. അങ്ങനെ റിയലി ഗ്രേറ്റ്ഫുൾ. ആളതും സെറ്റായി, ആള് ദുബായിൽ പോയി പ്രഗ്നന്റ് ആയി. അപ്പൊ ആക്ച്വലി നമ്മളെ ഫ്യൂവൽ ഇതാണ്, ബിക്കോസ് ഓഫ് യു ഐ ചേഞ്ച് മൈ ലൈഫ് എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യണം എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഒഴിവില് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ദ ലവ് ലാബ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തന്നെ വേണമെന്നില്ല, അതില് നമ്മളെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഹാർമോണിയസ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. മാറ്റത്തിന് നമുക്ക് ജസ്റ്റ് പോയിട്ട് ലൈക്ക് ആ ഒരു മോട്ടിവേഷൻ കേട്ട് പോയാൽ മതി, ബട്ട് പരിവർത്തനത്തിന് നിങ്ങൾ പണിയെടുക്കണം. യു ഷുഡ് ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളെ ചെറിയ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, നിങ്ങളെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങളെ എനർജി, നിങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന നിങ്ങളെ എനർജി ആണല്ലോ, ആ എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ സ്വയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായത് ഞാൻ എന്റെ സ്വയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. എന്നോട് ലൈക്ക് എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്ത് വട്ടുണ്ട്, ഇതെന്താ പഠിക്കുന്നു. കറന്റ്ലി ഐ എം സ്റ്റഡിങ്, ഐ എം കണ്ടിന്യൂയിങ് മൈ സ്റ്റഡി. എനിക്കിപ്പോ അത് എനിക്ക് പറ്റൂല, സ്റ്റഡീസ് ഇല്ലാണ്ട് പറ്റൂല. നമ്മളെപ്പം പഠനം നിർത്തുന്നു അപ്പം നമ്മളെ മരണം സംഭവിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മളെ ബ്രെയിനിന്റെ ആ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കിപ്പോ ഓൺലൈൻ റിസോഴ്സസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഫ്രീ ആയിട്ടും ഉണ്ട്, ഒരുപാട് ഇങ്ങനെ ഫ്രീ സെഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിപ്പോ ഒരു എമൗണ്ട് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കാനും കാര്യങ്ങളെല്ലാം തോന്നുന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ദുബായിൽ 4 പ്രോഗ്രാം സ്ട്രക്ചേർഡ് ആക്കിയിട്ടുള്ളത്. ബട്ട് ഇന്നത്തെ നിങ്ങളെ ഗിഫ്റ്റ് നിങ്ങൾ ചിൽഡ്രൻസ് ഡേ വർക്ക്ഷോപ്പിൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇന്നല്ല നാളെ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോ ആ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഞാനും റിൻഷി മാമെല്ലാം അത്യാവശ്യം എന്താ പറയാ ലാക്സ് തന്നെ കൊടുത്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ 5 ഡേ പ്രോഗ്രാമിന് 1.25 ലാക്ക് കൊടുത്തിട്ടെല്ലാം നമ്മൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, വെറും 5 ഡേ പ്രോഗ്രാമിന്. അതേപോലെ നമ്മൾ ആ രീതിയിൽ പഠിച്ചിട്ട് വന്ന സംഭവങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നുള്ളത്. അപ്പൊ അതിനൊന്ന് വാല്യൂ നിങ്ങൾ റെസ്പെക്ട് ചെയ്തിട്ട് നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾ നമുക്ക് തരേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളെ ലൈഫ് ചേഞ്ച് ആയിട്ട് നിങ്ങൾ നമ്മളോട് വന്നിട്ട് പറയണം ബിക്കോസ് ഓഫ് യു ഐ ചേഞ്ച് മൈ ലൈഫ് എന്നുള്ളത്. അതാണ് നമ്മളെ ഫ്യൂവല്, അതാണ് നമ്മളെ എനർജി, അതാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇതുപോലെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ നിങ്ങളിലെല്ലാം എനർജി കണക്ട് ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ദുആന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് നമ്മളെ കേൾക്കാൻ വന്നിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ
അതെല്ലാം നിങ്ങൾ ഇപ്പൊ അറിവ് സീക്ക് ചെയ്യാൻ വേണ്ടി വന്നതാന്നല്ലേ. അറിവ് സീക്കുന്നത് നിങ്ങളെ സ്വയത്തിന് കൊടുക്കുന്ന ടൈമാണ്. ഇതെല്ലാം എന്താ പറയാ, ഇതെല്ലാം നമ്മള് ലൈക്ക് രേഖപ്പെടുത്തുന്നതും പെടുത്തിയിട്ടുമുള്ള സംഭവങ്ങളാണ്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളെ പരിവർത്തനം നടന്നതിനാലാണ് നമുക്ക് നാളത്തെ ലീഡേഴ്സിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റാറ്. നമ്മള് ചിലപ്പോ നമുക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് നമ്മളെ മുന്നിൽ നമ്മളെ മക്കളുണ്ട്. നമ്മളെ മക്കളിലൂടെ നമുക്ക് നാളെ അറിയപ്പെടാനും നമ്മള് ഓക്കെ എന്റെ ലൈക്ക് ഇന്ന ആളുടെ ഉമ്മയാണ് നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ മതി. എത്ര അങ്ങനെയുള്ള സ്റ്റോറികൾ നിങ്ങൾ വായിക്കും, അങ്ങനെയുള്ള ബയോഗ്രഫികൾ നിങ്ങൾ കേൾക്കും. അതെല്ലാം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഫിലിമില്ലേ, മറ്റേ ലൈക്ക് മഞ്ജു വാര്യറിന്റെ ഒരു ഫിലിം. അപ്പൊ ശരിക്കും ഞാൻ ആ ഫിലിം കണ്ട സമയത്ത് ആക്ച്വലി ഞാൻ അങ്ങനെ ഫിലിം വാച്ച് ചെയ്യാറില്ല, ബട്ട് ആക്സിഡന്റലി ഒരു ദിവസം ഇടയായ സമയത്ത് അത് കണ്ട സമയത്ത് എനിക്കൊരു എനർജി കയറിയത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എന്താണോ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന സെഷൻസ് കേൾക്കുക, കാണുക, അതിൽ ചെറിയ ചെറിയ ടാസ്കുകൾ പറയുന്ന സമയത്ത് അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളോട് മെഡിറ്റേഷൻ രാവിലെ ചെയ്യാൻ പറയുന്നു, മെഡിറ്റേഷന്റെ ഇമ്പാക്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ഇറ്റ്സ് കൗണ്ട്ലെസ്. ഞാൻ ഒടുങ്ങൂല. നമ്മളെ എനർജി ബോഡിക്കും നമ്മളെ സോൾ ലെവലിലും നമ്മളെ മൈൻഡ് ലെവലിലും എല്ലാം അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. പിന്നെ ഹണി വിത്ത് വാട്ടർ, നമുക്ക് ഒരു എഫേർട്ടും ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഹണി ഒഴിക്കുക, കുടിക്കുക. ബട്ട് അത് ഹെൽത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഹ്യൂജ് ആണ്. നമുക്ക് ഗ്രാജുവലി നമ്മളെ ചേഞ്ചസ് നമുക്ക് തന്നെ വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ ബോഡിക്ക് കിട്ടുന്ന എനർജിയും നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും. ബട്ട് ഇത് മാജിക് പോലെ നമുക്ക് ഓക്കെ 2 ദിവസം കുറിച്ച് ഇതിൽ എഫക്റ്റ് ഒന്നും ഇല്ല, ആ സാധനം നടക്കൂല. നമ്മൾ കുറച്ച് ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഗ്രൂപ്പിൽ നാളെ ആഡ് ചെയ്യുന്നതാണ്. ആ ഗ്രൂപ്പില് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നല്ല ഹ്യൂജ് റിസൾട്ട് ഉണ്ടാക്കുന്നതായിട്ട് ഒരു എന്റെ പേരിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാം എപ്പോഴും ഹോസ്റ്റ് ചെയ്യാനും ഇപ്പൊ പ്രോഗ്രാമിന് മെഡിറ്റേഷൻ ചെയ്യാനല്ലോ നമ്മളെ റിൻഷി മാം എപ്പോഴും എല്ലാ കാര്യങ്ങളും ആളാണ് ചെയ്യുന്നുള്ളത്. ലിങ്ക് ആണെങ്കിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ലൈക്ക് ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡെല്ലാം ആള് അത്രയും കീനായിട്ട് ചെയ്യുന്നത്. അതാണ് ആളുടെ ആ ഒരു പാഷനാണ്, ആളുടെ ഒരു പർപ്പസിനെ കണ്ടെത്തിയോണ്ട് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാൻ എന്താ വാല്യൂസ് ആഡ് ചെയ്യാന്നുള്ള ഡിസ്കഷനിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ നമ്മളെ ടോപ്പിക് നമ്മൾ അധികം സംസാരിക്കുന്ന സമയത്ത് ആ ദുബൈയിൽ എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഫ്രൈഡേ ടോക്ക് ഇങ്ങനെ ചെയ്യണോ അല്ല, ആ രീതിയിലുള്ള സംസാരമാണ് പലപ്പോഴും നമ്മള് ഈവൻ നമ്മളെ കോൺവെർസേഷൻ അധികം അവസാനിക്കാറെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ താങ്ക് യു സോ മച്ച് റിൻഷി മാം. പിന്നെ അതേപോലെ നിങ്ങളോട് എല്ലാവരോടും നമ്മളെ കേൾക്കാൻ വന്നിരുന്നു, നിങ്ങൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് റിയലി താങ്ക് യു സോ മച്ച്. ഓവർ ടു യു റിൻഷി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാരിഷ മാം ഫോർ ദ വാം വേർഡ്സ്. ഒരുപാട് വിസ്ഡംസ് ആള് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലെ, ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു. അപ്പം എന്തെങ്കിലും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് ആയിട്ട് ഷെയർ ചെയ്യാനെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റേസ് ഹാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സ്പീക്ക് ഔട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വീഡിയോ മോഡിൽ വരുന്ന പോലെ തന്നെ നിങ്ങൾ ഇവിടെ സ്പീക്ക് ചെയ്യുന്നതിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾ കൺവേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെൽഫിന് തന്നെയാണ് നിങ്ങൾ ഒരു അസേർഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഐ ആം കൺവേയിങ് മൈ ഒപ്പീനിയൻ ടു ദ പബ്ലിക് എന്നുള്ളത്. ഇപ്പൊ സെൽഫ് ലവിന്റെ ഭാഗമാണ് ഈ ഒരു പ്രോസസ്സുകളെല്ലാം. ഓക്കെ, താങ്ക് യു രചീന മാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഈഗോസിനെ കുറിച്ചായാലും അല്ലെങ്കിൽ നമ്മളെ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇനിയുള്ള മാമിന്റെ ക്ലാസ്സുകളിൽ വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാഷാ അല്ലാ, ഒരു നല്ലൊരു തുടക്കമാവട്ടെ ഇത്. ദുആ എന്നുള്ള ഒരു നെയിം തന്നെ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. മാഷാ അല്ലാ, ഉയരങ്ങളിൽ എത്തട്ടെ. കൂടെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ടും എല്ലാത്തിനും ഉണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു സോ മച്ച് രചീന മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ റേസ് ഹാൻഡ്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ഇനി എന്തായാലും വർക്ക്ഷോപ്പിൽ കാണാം അല്ലേ? അതുപോലെ നെക്സ്റ്റ് ഫ്രൈഡേ ടോക്കിന് എന്തായാലും മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്. ബൈ.